Morning. Magic morning. Magic morning. Magic morning. Good morning. Good morning. Magic morning. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ നമുക്കിന്ന് NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രവീണ മാം ആണ് സെഷൻ എടുക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന് വന്ന് മസിൽ ദ ലെഗ് എന്നാണ് വരുന്നത്. ഓക്കെ, സോ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇന്ന് സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാൻ. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. Magic morning, Geetu. Thank you so much. Good day. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. ഇന്ന് വിധുബാല മാം നമ്മളൊപ്പം വീഡിയോയിൽ കൂടെ ഉണ്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്, വെൽക്കം. എന്തായാലും നമുക്ക് മാസൽ ദ ലക്ക് അല്ലെ. അപ്പോ എന്താണ് ഇന്നത്തെ ലക്ക് എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ എന്റെ ഒരു ലക്ക് എന്ന് പറയുന്ന വിധുബാല മാമിനെ കാണാൻ പറ്റുന്നു, വീഡിയോ കൂടെ പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിക്കും. ദിസ് ഇസ് വൺ മാസൽ. അപ്പൊ എന്താണ് മാസൽ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ മാസൽ എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ഹിബ്രു പദമാണ്. ഓക്കെ, അതായത് പണ്ട് ജൂതമായി നമ്മുടെ ആഘോഷങ്ങളൊക്കെ നമ്മൾ ഈ ഈദൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, സഹോദരങ്ങളൊക്കെ പള്ളിയിൽ പിന്നെ അവരുടെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞൊരു ഹാപ്പി ഈദ് എന്ന് അവരുടെ അറബി ഭാഷയിലൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അതായത് നിങ്ങൾക്ക് നല്ലത് വരട്ടെ, ഈ ആഘോഷം നമുക്ക് ഹാപ്പി ഓണം എന്ന് പറയാറുണ്ട്, ഹാപ്പി ആനിവേഴ്സറി എന്ന് പറയാറുണ്ട്, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാറുണ്ട് അല്ലെ. ഇതൊക്കെ ഒരു പദമാണ്, മറ്റുള്ളവരെ നമ്മൾ ആശ്ലേഷിക്കുന്ന ഒരു നല്ല വാക്കാണ് എന്ന് പറഞ്ഞതുപോലെ ജൂത ആഘോഷങ്ങളിൽ പരസ്പരം അവര് പറയുന്ന അല്ലെങ്കിൽ ആശ്ലേഷിച്ച് മറ്റുള്ളവരോട് പറയുന്ന നല്ലൊരു വാക്കാണ് മാസൽ. മാസൽ ടോഫ് എന്നാണ് ശരിക്കും അവർ പറയാറ്. അതിന്റെ ചുരുക്കമാണ് മാസൽ എന്ന് പറയും. മാസൽ ടോഫ് എന്നാണ് അവർ പറയുന്നത്. അതായത് നിനക്ക് നല്ലത് വരട്ടെ, അതായത് നിനക്ക് നല്ലത് മാത്രം സംഭവിക്കട്ടെ. ദ ലക്ക് എന്ന വാക്കിന്റെ എന്നാണ് മാസൽ എന്ന വാക്കിന്റെ പദം. അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ആ ഒരു വാക്കിലേക്ക് വരുന്ന ഒരു കുഞ്ഞു കഥയുണ്ട്. അപ്പൊ ഈ ഫ്രാൻസിസ് മാസ്ക് എന്ന് പറയുന്ന ഫ്രാൻസിസ് മിറായസിന്റെ മാസൽ എന്ന നോവലിലാണ് ഈ മാസലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം അതിലൊരു വ്യക്തിയുണ്ട്, സോൾ. അപ്പൊ സോള് ജീവിതത്തിൽ എല്ലാ രീതിയിലും തോറ്റ് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ വീണ്ടും ജീവിക്കാനുള്ള വഴി കണ്ടെത്താൻ വേണ്ടി ഇറങ്ങി നടക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ വഴി അദ്ദേഹം ഒരുപാട് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പോവാണ്. അപ്പൊ സത്യം പറയാം, എന്താണ് താൻ അവിടെ ചെയ്യാൻ പോകുന്നതൊന്നും എന്താണെന്നൊന്നും സോളിന് അറിയില്ല. സോളിനോട് കൂട്ടുകാരൻ ഇത്രേ പറയുള്ളൂ, നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ഈ സ്ഥലത്തേക്ക് യാത്ര പോയേ പറ്റൂ. ബാക്കി ഒന്നും പറയുന്നില്ല. ഞാൻ അവിടെ നിന്നാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഞാൻ തിരിച്ച് ഇത്രയും വിജയങ്ങൾ നേടിയത്. അപ്പൊ നിനക്കും അത്തരം വിജയങ്ങൾ നേടാൻ വേണ്ടി ഞാൻ ആ ഒരു ആശംസിക്കുകയാണ്. അപ്പൊ ടിക്കറ്റും താമസത്തിനുള്ള പണം ഒക്കെ കൊടുത്തിട്ടാണ് സോളിനെ ഒലിവർ എന്ന് പറയുന്ന കൂട്ടുകാരൻ പറഞ്ഞയക്കുന്നത്. പോകുമ്പോ പോലും സോളിന് താൻ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും ഒരു അറിവുമില്ല. അപ്പൊ ആ നാട്ടിൽ അവിടെ എത്തി, സോളിന്റെ താമസ സ്ഥലത്ത് എത്തി തിരിച്ച് സോള് തനിക്ക് അവിടെ എത്തുമ്പോൾ ഒരു കവർ കിട്ടുകയാണ്. അപ്പൊ അതിൽ പറയുന്ന ആ കവറിൽ എഴുതി വെച്ചിട്ടുണ്ടാവും സോളിന്റെ റൂമിൽ, നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തുക എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ സോള് പിറ്റേന്ന് അവിടെ എത്തുമ്പോൾ ഒരു പഴയ ഒരു കടയാണ്. അതായത് പഴയ ഈ നമ്മുടെ ഒരു സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്, പുരാതനമായ വിലപ്പെട്ടവ സൂക്ഷിക്കുന്ന ഒരു കടയാണ്. അപ്പൊ അവിടെ എത്തിയപ്പം അവിടെ ഒരു സ്ത്രീ അവരോട് പറയുന്നത്, ഇത് വിറ്റ് തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. കാരണം സോളിന്റെ കയ്യിൽ പിന്നെ പണം ഒന്നുമില്ല. കൂട്ടുകാരൻ കൊടുത്ത പണം മാത്രമേ കയ്യിലുള്ളൂ. അത് മുഴുവൻ 2-3 ദിവസം കൊണ്ട് തീർന്നുപോയി. ഇനി തിരിച്ചു നാട്ടിലേക്ക് പോണെങ്കിൽ സോളിൽ പണം സമ്പാദിച്ചേ മതിയാവും. അപ്പൊ അങ്ങനെ ആവുമ്പോ തനിക്ക് ആ നാട്ടിൽ വന്ന് മറ്റൊരാളെ പരിചയമില്ല. ആകെ പരിചയമുള്ള കത്തിലൂടെ പരിചയപ്പെട്ട ഈ സ്ത്രീയെ മാത്രമാണ്. അപ്പൊ അവര് പറയുന്നത്, നിനക്ക് തിരിച്ച് നാട്ടിലേക്ക് പോണമെങ്കിൽ നീ ഈ ജോലി ചെയ്തേ മതിയാവും. അപ്പൊ സോള് കടയൊക്കെ നടന്ന് കാണുമ്പോ സോള് വിചാരിക്കുന്നതാണ്, ഒരു പഴക്കടയോ ഒരു മിഠായിക്കടയോ ഒരു വസ്ത്രക്കടയോ ഒക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള പണം സമ്പാദിക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ഇതിപ്പോ പഴയ കുറച്ച് സാധനങ്ങൾ, ഇത് അത്തരം ആന്റീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നവർക്ക് മാത്രമുള്ള കടയാണ്. ഇവിടുന്ന് എന്ന് പണം സമ്പാദിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുക. എങ്ങനെയാ പണം സമ്പാദിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ നിന്ന് ഓരോ വ്യക്തിയും ഒരു സാധനം വാങ്ങുമ്പോൾ അതിൽ ഇത്ര ശതമാനം എന്ന് സോളിന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോന്നിന്റെ വിലയ്ക്ക് അനുസരിച്ചിട്ടാണ് സോളിന്റെ ശതമാന കണക്ക്. വലിയ വിലയുടെ സാധനമാണ് വിൽക്കുന്നതെങ്കിൽ വലിയ ശതമാനം തുക കിട്ടും, ചെറുതാണോ അങ്ങനെ അത്രേ തുക കിട്ടുള്ളൂ. അപ്പൊ സോൾ ചിന്തിക്കുന്ന ഇതാണ്, ഇനി
ഈ നാട്ടിൽ കിടന്ന് എന്റെ മരണം സംഭവിക്കും, എനിക്കിനി മറ്റൊരു വഴിയില്ല, എന്തായാലും ഭക്ഷണത്തിലുള്ള വഴിയെങ്കിലും കണ്ടെത്തണ്ടേ. സോൾ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ സോൾ ആ കടയിലെ ജോലി ആരംഭിക്കുകയാണ്. ആരംഭിച്ചു കഴിഞ്ഞ് ഓരോ ദിവസം, അപ്പൊ അവിടെ ഒരു വിദേശികൾ സഞ്ചരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. കാരണം അത്രയും ഒരു പുരാവസ്തു ഘടനയുള്ളതും നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. അപ്പൊ ഒരുപാട് വിദേശികൾ അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവരൊക്കെ വന്നു പോകുന്ന സമയത്ത് ഈ കടകളിൽ കയറാറുണ്ട്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം വേണ്ടേ വാങ്ങാൻ. ഒരുപാട് വ്യക്തികൾ ആ കടയിൽ കയറുന്നുണ്ടെങ്കിലും സോളിന് എന്ത് ചെയ്യണം എന്നുള്ള ഒരു അർത്ഥം ഒരു പിടിയില്ലാതെ ഇരിക്കുകയാണ്. സോള് ചിന്തിക്കുന്നത് എന്തായാലും എനിക്ക് തിരിച്ചെന്റെ നാട്ടിലേക്ക് പോയേ മതിയാവും. അപ്പോഴാണ് സോള് വർഷങ്ങൾക്ക് മുന്നേ താൻ പോലും മറന്നുപോയ തന്റെ മാതാപിതാക്കളെ പോലും അപ്പോഴാണ് സോൾ ചിന്തിക്കുന്നത്. അവരെ പോലും സോൾ മറന്നു ഓടി ഒളിക്കുകയായിരുന്നു. അത്രയും ദൂരത്തെത്തിയപ്പോഴാണ് തന്റെ മാതാപിതാക്കളെ ഒന്ന് കാണണമെന്നൊക്കെ സോളിന് ആഗ്രഹം തുടങ്ങിയത്. തിരിച്ചു പോയേ പറ്റൂ. സോൾ എന്തായാലും ആ ജോലി തെരഞ്ഞെടുത്തു. അങ്ങനെ സോൾ ഓരോ ദിവസം വരുന്ന വിദേശികളെ സ്വീകരിക്കാൻ തുടങ്ങി. അവർക്ക് ആവശ്യമായത് പരിചയപ്പെടുത്തണമെങ്കിൽ അവിടെയുള്ള ഓരോ കാര്യങ്ങളെ, ഓരോ പുരാവസ്തുവിനെ കുറിച്ചും സോള് പഠിച്ചേ മതിയാവും. സോള് പിന്നെ വൈകിയില്ല. അവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ കുറിച്ചും അതിന്റെ പിന്നിലുള്ള കഥകളെ കുറിച്ചും ഹിസ്റ്ററിയിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഈ കട ഏൽപ്പിച്ച വ്യക്തി മധ്യവയസ്കയിൽ നിന്നും ഒക്കെ സോള് പഠിക്കാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളെ പഠിച്ചു വന്നപ്പോ സോളിന് പിന്നെ വരുന്ന വിദേശികളെയൊക്കെ എളുപ്പം പരിചയപ്പെടുത്താനും തന്റെ ജോലി എളുപ്പം കൊണ്ടുപോകാനും സാധിച്ചു തുടങ്ങി. അങ്ങനെ സോള് 3 ദിവസങ്ങളിലായിട്ട് അതുവരെ സോള് പഠിച്ച കുറച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത് കൂടിയുണ്ട്. അങ്ങനെ ഒന്നാമത്തെ ദിവസം സോള് രേഖപ്പെടുത്തിയ കാര്യം നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതിങ്ങനെയാണ്: ഉറച്ചു വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് സംശയിക്കുന്നതാണ്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്, ഇതിൽ ഞാൻ എന്തായാലും ജയിക്കും, വിജയം എന്റേത് മാത്രം എന്ന് പറയുമ്പോൾ അവിടെ പരാജയത്തിന്റെ തോത് കൂടുതലാണ് എന്നാണ് പറയുന്നത്. സോള് പറയുന്നത് ഇങ്ങനെയാണ്, ഗ്രീസിലെ പഴമക്കാർ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാം അറിയാം, എനിക്കിതിനെക്കുറിച്ച് എല്ലാം അറിയാം, ഞാൻ പ്രവർത്തിച്ച എന്ന് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിയാണ്. അപ്പൊ നിങ്ങൾ എന്തിനു പുറപ്പെടുമ്പോൾ ചെറിയൊരു സംശയത്തോടു കൂടി ഇത് നടക്കുമോ എന്തോ, എന്താവുമോ എന്തോ എന്നൊരു സംശയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിജയിക്കാനുള്ള വഴി കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. സോളിനും ആദ്യം തോന്നിയത് ഇങ്ങനെയാണ്, ഇതിലേക്ക് ഞാൻ എങ്ങനെയാണ് പണം സമ്പാദിക്കുക എന്നൊരു സംശയത്തോട് കൂടിയിട്ടാണ് സോൾ ആരംഭിച്ചത്. അതാണ് സോളിന്റെ ഒന്നാമത്തെ പാഠം. രണ്ടാമത് സോള് പറഞ്ഞത്, ചെറിയ ജോലി എന്നൊന്നുമില്ല, എന്തും ചെയ്യുക. സോള് ആ ജോലി ഏറ്റെടുത്തപ്പോ ആ കടയുടെ അടിച്ചു വാരുന്ന പണി മുതൽ തുടയ്ക്കുകയും എല്ലാം സോളാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോള് ചെറിയ ജോലി ഒന്നും മാറ്റി വെച്ചതേയില്ല. മൂന്നാമതായിട്ട് സോള് പഠിച്ച കാര്യം, ആർക്കും ആരെയും അറിയില്ല. ശരിയാണ്, നമുക്ക് നമ്മളെ കുറിച്ച് പോലും പൂർണ്ണമായി അറിയില്ല. അറിയോ? ചില സമയത്ത് നമ്മൾ ചിന്തിക്കില്ലേ, എനിക്ക് എന്നെ ഒന്നും മനസ്സിലാവുന്നത് കൂടി ഇല്ലല്ലോ. അപ്പോ നമ്മൾ നമ്മളെ അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. സോള് അവിടെ വരുന്ന ഓരോ വ്യക്തിയിൽ നിന്നും സോള് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിലും നന്നായി പറയാൻ സാധിക്കും, എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനിയും പഠിക്കാനുണ്ട് എന്ന് സോള് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏകാന്തത ഒരു സ്വകാര്യ തീരുമാനമാണ്. അതായത് കുറെ കാലങ്ങൾ സോള് ഏകാന്തമായിട്ടാണ് നടന്നുകൊണ്ടേയിരുന്നത്. അതായത് ഒറ്റയ്ക്ക്, ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനാണല്ലോ ഏകാന്തത എന്ന് പറയുന്നത്. ഒരാളും കൂടി കൂടിയാൽ അവിടെ ഏകാന്തത പൂജ്യമായതാണ്. അപ്പൊ സോൾ എന്ത് ചെയ്തു, അവിടെ വരുന്ന കടകളിൽ വരുന്ന ഓരോ വ്യക്തിയുമായിട്ട് ആത്മബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ സോളിന് ഒറ്റപ്പെടല് മാറിക്കിട്ടി, ഒരുപാട് സൗഹൃദങ്ങൾ ലഭിച്ചു തുടങ്ങി. സോൾ അടുത്തതായിട്ട് ഒന്നാമത്തെ പാഠത്തിൽ പറഞ്ഞ 5ാമത്തെ പോയിന്റ് ഇതാണ്: ദാരിദ്ര്യമല്ല, അവസാനത്തെ ഒരു കോയിൻ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അവിടെ മരണം എന്നൊന്നില്ല, വീണ്ടും അത് കണ്ടെത്താൻ നിങ്ങളുടെ മുന്നിൽ വഴികൾ ഉണ്ടാവും. ദാരിദ്ര്യം അല്ലെങ്കിൽ മരണം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ സെമിത്തേരിയിലേക്ക് നടന്നുകൊള്ളുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല. സോള് പറഞ്ഞത് തന്റെ അനുഭവത്തിൽ നിന്നാണ്. എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ജീവിക്കാൻ വേണ്ടി കൂട്ടുകാരൻ പറഞ്ഞ ഈ വഴിയിലേക്ക് സോള് നടന്നെടുത്തത്. ഇതാണ് സോള് ആദ്യത്തെ കുറച്ച് ദിനങ്ങളിൽ ആ ഒരു കടയിൽ വെച്ച് പഠിച്ച ചില പാഠങ്ങൾ സോള് രേഖപ്പെടുത്തിയെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. രണ്ടാമതായിട്ട് സോള് പിന്നെയും കുറച്ച് മാസങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ ചില കാര്യങ്ങൾ വീണ്ടും സോള് തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്:
എല്ലാവർക്കും ഒരു ഭാഗ്യ നക്ഷത്രമുണ്ട്. അത് നമ്മുടെ ഉള്ളിലാണ്. നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതിനർത്ഥം. ആ ഭാഗ്യ നക്ഷത്രത്തെ ഭാഗ്യത്തെ നിങ്ങൾക്ക് നമ്മളൊരു ബസ് കിട്ടിയാൽ നമ്മൾ പറയുന്നത് എന്താ? ഓ, ഇന്ന് എനിക്ക് ഭാഗ്യമുണ്ട്. അതാണോ നമ്മുടെ ഭാഗ്യം? അല്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ഭാഗ്യമുണ്ട്. എനിക്ക് ഭാഗ്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഭാഗ്യ നക്ഷത്രത്തെ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്ന അർത്ഥം. അത് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് വേറെ എവിടെയുമല്ല, നിങ്ങൾ പുറത്ത് എവിടെയും തിരയേണ്ടതില്ല, നിങ്ങളുടെ ഉള്ളിലാണെന്നാണ് സോള് പറയുന്നത്. രണ്ടാമതായിട്ട് ആ പാഠത്തിൽ പറയുന്നത്, നിങ്ങളെ കുറിച്ചുള്ള മുൻധാരണകളെ നിങ്ങൾക്ക് തിരുത്താം. ഓ, എനിക്കിത് സംഭവിച്ചു, ഞാൻ തോറ്റുപോയി, ഇനി തോൽവി മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്ത് മരണം ആരംഭിച്ചു തുടങ്ങിയാണ്. ആ ധാരണകളെ മാറ്റി നിർത്തുക, പുതിയ ധാരണകളെ കൊണ്ടുവരിക. അത് നിങ്ങളെ കുറിച്ച് കൂടുതൽ മുന്നോട്ട് നയിക്കാൻ സഹായിക്കും എന്ന് സോള് രേഖപ്പെടുത്തുന്നു. ഓരോ രാത്രിയും ഒരു ചെറിയ മരണമാണ്, ശരിയല്ലേ? ഇന്നലെ കിടന്നുറങ്ങിയ പലരും ഇന്ന് ഉണർന്നെഴുന്നേറ്റിട്ടില്ല. അപ്പൊ നമ്മളും ഒരു മരണത്തിൽ കൂടി കടന്നുപോയി എന്നർത്ഥം. വീണ്ടും ഒരു ദിനം ലഭിച്ചുവെങ്കിൽ ആ ദിനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും യാത്ര തുടരുക. ഇതൊക്കെ സോൾ ഓരോ ദിവസവും താൻ പഠിച്ച ദിനങ്ങളിൽ നിന്നും രേഖപ്പെടുത്തിയെടുത്ത പ്രധാനപ്പെട്ട മുത്തുകളാണ്. നാലാമതായിട്ട് സോള് പറയുന്നത്, ഓരോ പ്രഭാതവും പുനർജന്മമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ രാത്രിയും ഒരു ചെറിയ മരണമാണ് എന്ന് പറഞ്ഞതുപോലെ ഓരോ പ്രഭാതവും ഒരു പുനർജന്മമാണ്. ഇന്ന് നമുക്കൊരു പുനർജന്മം കിട്ടിയ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഓർക്കുക, വിലമതിക്കുക. അഞ്ചാമതായിട്ട് സോള് പറയുന്നത് ഇങ്ങനെയാണ്, ശ്രമിക്കുകയല്ല ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ ചിലപ്പോൾ പറയാം, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, അത് മരണമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാക്കില്ല എന്നാണ് പറയുന്നത്. ശ്രമം എന്നൊരു വാക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല, പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഞാൻ എന്താ ചെയ്തു തുടങ്ങി, ഇന്ന് മുതൽ എന്താ ചെയ്തു തുടങ്ങി, ഞാൻ ശ്രമിക്കാം. 1-ാം തീയതി മുതൽ, 2026-ാം തീയതി മുതൽ 26 ജനുവരി 1-ാം തീയതി മുതൽ ഞാൻ ശ്രമിച്ചു തുടങ്ങും. മരണമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അതിന് ആയുസ്സില്ല. ഇന്ന് തുടങ്ങണമോ, ഇന്ന് ആഗ്രഹിക്കുന്നുവോ, ഇന്ന് തന്നെ തുടങ്ങുക. അതാണ് ഏറ്റവും വിലപ്പെട്ട സമയം. അങ്ങനെ സോള് പതുക്കെ പതുക്കെ തിരിച്ചറിയുന്നത് എന്തെന്ന് വെച്ചാൽ, സോളിന് തന്റെ കയ്യിൽ പണം വരുന്നത് മനസ്സിലായി. കാരണം സോള് ഓരോ വസ്തുവിനെ കുറിച്ചും പഠിച്ച് അവിടെ വരുന്ന വിദേശികൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണകളും അതിന്റെ പുരാവസ്തുവുമായി ബന്ധപ്പെട്ട കഥകളും പറഞ്ഞു കൊടുത്ത് ഓരോന്നും വിറ്റ് തുടങ്ങുന്നതായിട്ട് സോള് പോലും മനസ്സിലാക്കി. പരാജയത്തിൽ നിന്നും ഇത്രയൊക്കെ തനിക്ക് ചെയ്യാമെന്ന് ഓരോ കാര്യങ്ങളിൽ നിന്നും സോള് പഠിച്ചതാണ് ആദ്യത്തെ 2 പാഠങ്ങളിൽ പറഞ്ഞ 10 വാക്യങ്ങൾ. അവസാനത്തെ സോളിന്റെ വിജയത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഈ 3-ാമത്തെ പാഠത്തിലുള്ള 5 പോയിന്റ് സോൾ എഴുതി ചേർക്കുന്നത്. അതിൽ സോള് പറയുന്നത് ഇങ്ങനെയാണ്, ഇത്രയും ദൂരം വന്നപ്പോ ഞാൻ പഠിച്ചെടുത്ത ഈ 3 പാഠങ്ങൾ ഞാൻ രേഖപ്പെടുത്തുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഇനിയും എനിക്കിത് ഏറെ ആവശ്യമുണ്ട്. മറ്റുള്ളവർക്ക് പകർന്നു നൽകാം, എനിക്കും ഉപയോഗപ്പെടുത്താം. 3-ാമത്തെ പാഠത്തിലെ 1-ാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്, സൗഭാഗ്യമുണ്ടാവാൻ നിങ്ങൾ ശരിയായ സ്ഥലത്തെത്തണം. ഏതാണ് ശരിയായ സ്ഥലം എന്ന് ഗുരുവിനോട് ഒരു വ്യക്തി ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല, ഇപ്പൊ ഇതാണ് നിന്റെ നിമിഷം. അതായത് ഇപ്പൊ നിങ്ങൾ ബി മാജിക്കിൽ ഇരിക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ സൗഭാഗ്യം ഉണ്ടാവാൻ ഏറ്റവും നല്ല വഴി. ഒരു പക്ഷേ ഈ 2 പാഠങ്ങളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്യമായിരിക്കാം, അല്ലെങ്കിൽ ഈ 3-ാമത്തെ പാഠത്തിൽ സോള് രേഖപ്പെടുത്തിയ ഒരു വാക്യമായിരിക്കാം നിങ്ങളെ ഭാഗ്യ നക്ഷത്രത്തെ കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കുന്നത്. അപ്പൊ ഇതാണ് ശരിയായ സ്ഥലം, അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക. 2-ാമത്തെ പോയിന്റ്, എല്ലാവരോടും ശരിയായ രീതിയിൽ പെരുമാറുക. ഒരു പക്ഷെ ആ കടയിൽ വരുന്ന ഓരോ വ്യക്തിയോടും സോൾ അങ്ങനെ തന്നെയായിരുന്നു. ചില വ്യക്തികൾ ഒന്നും വാങ്ങാതെ പോകും. ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു ഷൂ മേടിക്കാൻ വേണ്ടി ഒരു 2-3 കടയിൽ കയറി ഇറങ്ങി. അതില് എനിക്ക് വുഡ്ലാൻഡ് എന്ന, അതായത് അതൊരു ബ്രാൻഡാണ്. അപ്പൊ ആ കടയിലേക്ക് ഞാൻ നോക്കാം, ഒരു നല്ല ഷൂ, കാരണം കാലിന് ഇത്തിരി ബലം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഷൂന്ന് നോക്കി നടന്നത്. അപ്പൊ ഞാൻ ഇന്നലെ വൈകിട്ട് ആ വുഡ്ലാൻഡിന്റെ കടയിൽ കയറി ചെന്നു. അപ്പൊ അവിടെ ചെന്നപ്പം അവിടെ ഒരുപാട് കുട്ടികള്, സെയിൽസ്മാൻമാർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആർക്കും വലിയ മൈൻഡ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പതുക്കെ ചോദിച്ചു, ലേഡീസ് സെക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഒരു വ്യക്തി പറഞ്ഞത് അപ്പുറത്താണെന്ന് പറഞ്ഞു. ശരി, അപ്പൊ ഞാൻ അപ്പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ നടന്നിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പൊ വുഡ്ലാൻഡ്സിൽ എല്ലാവരും കാറൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് അത് കയറി പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ലേഡീസിന്റെ ഷൂസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം അവിടെ തന്നെയാണുള്ളത്. ഒരു വലിയ താല്പര്യം കാണിക്കാത്തൊരു മട്ട്. ഓക്കെ, ഞാൻ എന്തായാലും പോയി നോക്കി, ആവശ്യം എന്റേതാണല്ലോ.
അപ്പൊ അവിടെ നോക്കുമ്പം ഈ പിന്നെ സ്പോർട്സിന് ഉപയോഗിക്കുന്ന ഷൂസുകളൊന്നും, അപ്പൊ ഞാൻ ചോദിച്ചു സ്പോർട്സിന് ഉപയോഗിക്കുന്ന ഷൂസിൽ അത് ലേഡീസിന് ഇല്ല, ജെന്റ്സിനാണുള്ളത്, മറ്റേതൊക്കെ ലെതർ ആണുള്ളത് എന്ന് പറഞ്ഞ് അവർ കൂടുതലൊന്നും പരിചയപ്പെടുത്താനൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു. അപ്പൊ എനിക്കും അത് അത്ര ഒരു, എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. ഓ, അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്. കാരണം ഞാൻ ഈ മാർക്കറ്റ് ഫീൽഡിലായതുകൊണ്ട് എനിക്കും അത് അവരുടെ ഒരു പെരുമാറ്റം സത്യം പറഞ്ഞാൽ ഒരു ആ ഒരു മാർക്കറ്റിനെ വിലമതിക്കുന്നതായിട്ട് തോന്നി. ഇത്രയും നല്ലൊരു ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം അവിടെ ഇരിക്കുമ്പോൾ ഏത് വ്യക്തിയും വന്നാല് അവര് വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല അവിടെ പ്രധാനം, ഓരോ കസ്റ്റമറുമാണ് പ്രധാനം എന്ന് എനിക്ക് അവിടെ നിന്ന്, അതാണ് ശരിയായ സ്ഥലം എന്റേത്. ഇവിടെ സോള് പറഞ്ഞതുപോലെ ഞാനത് പഠിച്ചത്. തിരിച്ച് ഞാൻ നേരെ കുറച്ച് മുന്നോട്ട് നീങ്ങി ബാറ്റയിലാണ് കയറി ചെന്നത്. അവിടെ അവര് വളരെ സന്തോഷത്തോടുകൂടി മാഡം എന്താ വേണ്ടത്, ലേഡി സെഷൻ വരൂ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അവസാനം ഞാൻ വാങ്ങിയതും അവിടെ നിന്നാണ്. അത് എന്റെ ഒരു ഭാഗ്യ നക്ഷത്രം, അതൊരു ഭാഗ്യം തന്നെയായിരുന്നു. അവിടുന്ന് എനിക്ക് കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ എനിക്ക് പറ്റിയത്. അപ്പൊ ശരിയായ സ്ഥലത്ത്, ഞാൻ മാസലിലേക്കാണ് വരുന്നത്, നിങ്ങളത് ശ്രദ്ധയോടുകൂടി ഇരുന്നോളൂ. കാരണം അതൊരു എന്താ പറയാ, ഒരു മന്ത്രമാണ് കേട്ടോ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരോടും ശരിയായ രീതിയിൽ പെരുമാറുക. അപ്പൊ നമ്മൾ എവിടെ എത്തിയാലും ചില വ്യക്തികൾ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്ന കാണാം, ചില വ്യക്തികൾ നന്നായി സംസാരിക്കുന്ന കാണാം. എല്ലാവരോടും ഒരേ രീതിയിൽ തന്നെ സന്തോഷത്തോടു കൂടി പെരുമാറുക. മൂന്നാമത്തെ അതായത് പാഠത്തിലെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്: പ്രപഞ്ചം അതിൻ്റെതായ രീതിയിൽ കർമ്മഫലം ചെയ്തുകൊള്ളും. അപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അതിന്റെ ഫലം കർമ്മഫലമായിട്ട് നിങ്ങളുടെ പിന്നാലെ എത്തും. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മറ്റുള്ളവർ നമ്മളെ വിഷമിപ്പിക്കുന്ന പല സമയങ്ങൾ ഉണ്ടെങ്കിലും, നമ്മളെ പരിഗണിക്കാത്ത സമയങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ വിട്ടുകളയുക. അതിന്റെയൊക്കെ ഫലം പ്രപഞ്ചം നൽകിക്കൊള്ളും. നമ്മൾ നല്ല ഇന്റൻഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നാലാമത്തെ പോയിന്റ്: തലയറ്റ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ വിജയത്തിന്റെ പിറകെ ഓടരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ലേ, കഴുത്തറുത്ത് കഴിഞ്ഞാൽ കോഴി കുറെ സമയം ഇങ്ങനെ കടന്ന് ഓടും എന്ന് പറഞ്ഞ പോലെ വിജയത്തിന്റെ പിന്നാലെ ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വിജയിക്കാൻ, നിങ്ങൾ എന്ത് ആഗ്രഹിക്കാൻ, നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ പിന്നാലെ യാത്ര ചെയ്യുക, ഓടേണ്ട കാര്യമില്ല. ആ യാത്ര പക്ഷെ ഒരു സ്ഥലത്തെത്തി നിൽക്കാതെ അത് തുടർന്നുകൊണ്ടേയിരിക്കുക. വിജയം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന പറയുന്നത്. അഞ്ചാമത്തത്, അവസാനത്തെ പാഠത്തിലെ അഞ്ചാമത്തെ പോയിന്റ്: സൗഭാഗ്യം ഉണ്ടാകാൻ ശരിയായ സമയം തിരഞ്ഞെടുക്കണം. അതായത് എവിടെയെങ്കിലും നമ്മൾ എത്തി, ഒരു സ്ഥലത്ത് എത്തി എന്ന് വിചാരിക്കുക, അവിടെ ശരിയായ സമയം എന്ന് പറയുന്നത് അവിടെ വ്യക്തമായി നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ സമയം, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇന്നലെ ഷൂ എടുത്തു, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും മറന്നുപോയൊരു കാര്യം കൂടി ഓർപ്പെടുത്താണ്. ബാറ്റയിലെത്തി, ഞാനൊരു ഷൂ തെരഞ്ഞെടുത്തു. അപ്പൊ അവര് പറഞ്ഞു, അപ്പൊ ഞാൻ അവിടെ ഒരു പുതിയൊരു കുട്ടിയാണ്, ഒരു അഖില എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, മാഡം ഇത് കുഴപ്പമില്ല. അപ്പൊ എനിക്ക് അപ്പുറത്ത് നോക്കി, അത് ട്രക്കിങ്ങിന് കുറച്ചും കൂടി നല്ലതല്ലേ. അപ്പൊ അവിടെ വേറെ കുട്ടി, ഒരു ആൺകുട്ടി ഓടി വന്നിട്ട്, മാഡം അത് ജെൻസിന്റെ ആണ്, അതിന്റെ ചെറിയ സൈസ് ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ കൊടുന്നു തരാം. അപ്പൊ ആ കുട്ടി അഖില പോയിട്ട് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പൊ അതിന്റെ കൂടെ അഖില തിരിച്ചു വന്നപ്പോ കൂടെ വേറൊരു ആൺകുട്ടി കൂടി വന്നിട്ടുണ്ടായിരുന്നു. മാഡം ഇതിന് ചെറിയ സൈസും ഇല്ല, അതുമല്ല മാഡത്തിന് അത് അത്ര വലിയ സൂട്ട് ആവും തോന്നുന്നില്ല, ഞാനൊന്ന് ചൂസ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ലേഡി സെഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് എനിക്ക് ചൂസ് ചെയ്തു തന്നു. എന്നിട്ട് പറഞ്ഞു, മാഡം ഇത് ഓക്കെ ആണ് കേട്ടോ, ഇത് മാഡത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എന്നോട് പറഞ്ഞത് സൈസ് കുറച്ച് കൂടുതലുണ്ടോ നോക്കട്ടെ, അതിന്റെ ചെറിയ സൈസ് വേണമെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ സൈസിന്റെ മറ്റൊരു ഷൂ എടുത്തോളൂ, അത് നല്ല ടൈറ്റ്, എന്റെ കാലിന്റെ വിരല് അതിന്റെ അറ്റത്ത് പോയി മുട്ടുന്നുണ്ട്. അപ്പൊ മാഡം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതാണ് കൃത്യമായിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ ഇത് ചൂസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാനത് വാങ്ങി. ബില്ലിങ്ങിന്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെയാണ് എന്റെ ശരിയായ സമയം ഉദിച്ചത് എന്ന് പറയുന്നത്. പെട്ടെന്ന് ബില്ലിങ്ങിന്റെ അടുത്തെത്തിയപ്പോ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കൊരു പോയിന്റ് ഉണ്ടല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു, റെഡി പോയിന്റ്സ് ഉണ്ടോ മാമിന്? അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് കൂടുതൽ കുറെ ബാറ്റേന്ന് ഇടയ്ക്ക് പിന്നെ ചെരുപ്പ് വാങ്ങുമ്പോൾ ബാറ്റേന്നാണ് കൂടുതൽ ഞാൻ വാങ്ങാറുള്ളത്. എനിക്കത് കുറച്ചുകൂടി കംഫർട്ട് ഫീൽ ചെയ്തോണ്ട്. അപ്പൊ പെട്ടെന്നാണ് ആ സമയം എനിക്ക് ക്ലിക്കായത്, എനിക്ക് റെഡി പോയിന്റ്സ് ഉണ്ട്. അപ്പൊ മാഡം ഞാൻ മൊബൈലിൽ നോക്കിയപ്പോ നോക്കി 250 രൂപ റെഡി പോയിന്റ്, 1500 രൂപയാണ് ഷൂവിന്റെ വില. അപ്പൊ അതിന്റെ അവിടുത്തെ റിഡക്ഷൻ, അന്നത്തെ ഓഫറും കൂടി കൂടിയിട്ട് ഒരു 1300 രൂപയാണ് അന്നത്തെ ചാർജ്. കൂടാതെ റെഡി പോയിന്റ്സ് കൃത്യസമയം കണ്ടോ, ആ റെഡി പോയിന്റ്സ് 250 രൂപ കൂടി കുറച്ചപ്പോ അവരെനിക്കത് 1100 രൂപയ്ക്ക് 1500 രൂപയുടെ ഷൂ തന്നു. കണ്ടോ, കൃത്യമായ സമയത്ത്. അപ്പൊ നമ്മളത് നോട്ട് ചെയ്തു, ആ കൃത്യമായ സമയത്ത് പ്രപഞ്ചം എത്തിച്ചു തന്നുകൊള്ളും. അതും കഴിഞ്ഞ് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഞാൻ രാത്രി ചോറിന് ഒരു മുട്ട പൊരിക്കുകയാണ്.
അപ്പൊ മുട്ട ഇങ്ങനെ ചിക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ വന്നത്. മാഡം, ഞാനിങ്ങനെ ബാറ്റയുടെ ഷോറൂമിൽ നിന്നാണ്. ഓ ആയിക്കോട്ടെ. അപ്പൊ എന്നോട് മാഡം പിന്നെ ക്യാഷ് തന്നതിൽ ഞങ്ങളുടെ അടുത്തൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഒരു 100 രൂപ മാഡത്തിന് അങ്ങോട്ടാണ് തരാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, സന്തോഷം കേട്ടോ, നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ അതെന്താ ചെയ്യണം? ഞാൻ പറഞ്ഞു നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തോളൂ. ആയിക്കോട്ടെ, ഗൂഗിൾ പേ ചെയ്യാം. അപ്പൊ അത് കൃത്യമായ സമയത്ത് പെട്ടെന്ന് ക്ലിക്കായി. അപ്പൊ ഞാൻ ലാസ്റ്റ് ആ കുട്ടി അഖിലാണെങ്കിൽ ആകെ ബേജാറായിട്ട് നിൽക്കുന്നത്, പുതിയ സ്റ്റാഫാണ്. അപ്പൊ ആ കുട്ടി അപ്പൊ ആ കുട്ടിക്ക് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇറങ്ങി പോന്നപ്പോ അവിടെ നോക്കൂ, കൃത്യമായ സമയത്ത് നമ്മൾ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന ഭാഗ്യ നക്ഷത്രങ്ങൾ ഉദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോ നമ്മുടെ മാസത്തിലേക്ക് വരാം. സമയം അതിലേക്കാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ജൂത ആഘോഷങ്ങളിൽ ഹിബ്രു പദമായ മാസൽ ടോഫ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്, അതായത് നിനക്ക് സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ ഒരു പദം ഉണ്ടാകുന്നത്. അതായത് ആ മാസലിന്റെ മാ പറയുന്നത് ഇങ്ങനെയാണ്. മാ എന്ന് പറഞ്ഞാൽ മാക്കോം എന്നാണ് ഹിബ്രു പദത്തിൽ പറയുന്നത്. മാക്കോം അത് പറഞ്ഞ ശരിയായ സ്ഥലം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്ഥലമാണ്. മാ എന്ന് പറയുന്നത് സ്ഥലമാണ് എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. ഇനി സ എന്ന് പറഞ്ഞാൽ സെമാൻ എന്ന് പറയുന്ന ഒരു വാക്ക്, ജൂത ഹിബ്രു ഭാഷയിലുള്ള ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് സമയം എന്നാണ് പറയുന്നത്, കൃത്യമായ സമയം. ഇനി ലാ, മാസൽ എന്ന് പറയുന്ന ലാ പറയുന്നത് ലാ അസോട്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പ്രവൃത്തി എന്നാണ്. അപ്പൊ നമുക്ക് ഈ 3 വാക്കും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മാസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഗ്യം വരുന്നത് മുകളിൽ നിന്നോ താഴെ നിന്നോ വശത്ത് നിന്നോ ഒന്നും അല്ല, മറിച്ച് 3 കാര്യങ്ങളെ ഏകോപിപ്പിക്കുമ്പോഴാണ്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ നോക്കാം. നമ്മൾ എടുക്കുന്ന അധ്വാനത്തിൽ നിന്നാണ്. ഇവിടെ ഞാനിപ്പോ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എടുക്കുന്ന അധ്വാനം എന്താണ്, അത് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എവിടെയായിരുന്നാലും അവിടെ എടുക്കുന്ന ശ്രമത്തിന്റെ ഫലമായി, അതായത് ഉചിതമായ സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ, അതാണ് മാസന്റെ ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത്. ഇതാണ് ഉചിതമായ സമയം. എന്തിന്? മാസൽ എന്ന വാക്ക് പറയാൻ ഏറ്റവും ഉചിതമായ സമയം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഈ സമയത്താണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരുന്നില്ലേ? അപ്പൊ ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് ഉചിതമായ പ്രവൃത്തി ചെയ്യുക എന്നതാണ് മാസൽ എന്ന വാക്കിന്റെ അർത്ഥം. അവിടെയാണ് നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ വിധി കിടക്കുന്നത്. സ്വന്തം വിധിയുടെ ഉത്തരവാദിത്തം എടുത്താൽ ഏതാണ് ഉചിത സ്ഥലം എന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മളത് ഈ നിമിഷം എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എനിക്ക് ബസ് നഷ്ടപ്പെട്ടു പോയി, ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക. ഇനി എന്ത് ചെയ്യാം? എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാമായിരുന്നു എന്ന ഒരു പാഠം പഠിച്ചെടുത്ത് പിറ്റേന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ നമ്മൾ ഉചിതമായ തീരുമാനം എടുക്കും. അപ്പൊ ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഭാഗ്യ നക്ഷത്രത്തെ കാണാനും നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ ഭാഗ്യത്തെ കൊണ്ടുവരാനും സാധിക്കും എന്നാണ് ഫ്രാൻസൽ മിറായസ് എന്ന മാസൽ എന്ന പുസ്തകത്തിൽ വിശുദ്ധമായി വിഖ്യാതമായിട്ട് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നല്ലൊരു പുസ്തകമാണ് കേട്ടോ. നിങ്ങൾ ആ പുസ്തകം കഴിയുമെങ്കിൽ ലൈബ്രറിയിലൊക്കെ അവൈലബിൾ ആണ്. ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയത്. ആ പുസ്തകം ഞാൻ ലൈബ്രറിയിൽ ചെന്ന് ഈ പുസ്തകത്തിനെ കുറിച്ച് എനിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു പുസ്തകത്തിന്റെ ആ ഒരു അറിവിന്റെ ആ ബിൽഡിങ്ങിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാനൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പലപ്പോഴും കയറി ചെല്ലാറ്. ഈശ്വര, എനിക്ക് ആവശ്യമായത്, എന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു പുസ്തകം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കയറിപ്പോയത്. ഈ പുസ്തകം എന്നിലേക്ക് വന്നതുപോലും അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. അപ്പൊ ഉചിതമായ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്, ഉചിതമായ സമയത്താണ് ഞാൻ ലൈബ്രറിയിൽ നിൽക്കുന്നത്. അവിടെ ഉചിതമായ തീരുമാനം ഒരു പ്രാർത്ഥനയായിരുന്നു. അതിന്റെ ഫലമാണ് മാർസൽ, അതായത് ഫ്രാൻസിസ് മിറായസ് എന്ന് പറയുന്ന മാസൽ എന്ന ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ നല്ലൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലാണ് സോൾ എന്ന കഥാപാത്രം തന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് മറ്റൊരിടത്തേക്ക് എത്തിയപ്പോൾ കൃത്യ അവസരത്തിൽ കൃത്യസമയം തെരഞ്ഞെടുത്ത് ഇനിയിപ്പോ എനിക്ക് വേറെ വഴിയൊന്നുമില്ല, ഇവിടെ നിന്ന് പണം സമ്പാദിക്കാൻ തിരിച്ചു പോവാ. അപ്പൊ ആ സമയം ഉചിതമായ സ്ഥലമാണെന്ന് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി എടുത്തതിന് ശേഷം കൃത്യമായ അറിവുകൾ നേടി കൃത്യമായ സമയത്ത് ഓരോ കസ്റ്റമർ വരുമ്പോൾ ഉപയോഗപ്പെടുത്തി
അതിനെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് മാർസലിന് തനിക്ക് തിരിച്ചു പോകാനുള്ള പണം കണ്ടെത്താനും ഒപ്പം നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനും സാധിച്ചത്. ഇതേപോലെ നമ്മുടെ മുന്നിലും ഒരു വഴി വരുമ്പോൾ ഇത് വലിയ താല്പര്യമില്ലാതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമ്പോഴും അതിനെയൊക്കെ മാറ്റി നിർത്തി ഇതാണ് ഉചിതമായ സ്ഥലം, ഇതാണ് ഉചിതമായ സമയം, ഇതാണ് ഉചിതമായത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഭാഗ്യനക്ഷത്രത്തെ ആ നിമിഷത്തിൽ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് നടക്കാൻ സാധിക്കും. ഇന്നലെ പറഞ്ഞതുപോലെ വുഡ്ലാൻഡിൽ പോയാൽ ഞാൻ ഈ റിഡീം പോയിന്റ്സിനെ കുറിച്ച് ഓർക്കുക പോലും ചെയ്യില്ലായിരുന്നു. പക്ഷെ എന്നെ പ്രപഞ്ചം ഉചിതമായ സ്ഥലത്തെത്തിച്ചു. അവിടെ ഉചിതമായ സമയത്ത് എനിക്ക് ക്ലിക്കായി ആ മെസ്സേജിന്റെ ഓർമ്മ. എനിക്കത് ഒരു സമൃദ്ധിയായിട്ട് അവിടെ എന്നെ ഒപ്പം നിന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ മാർസൽ എന്ന പുസ്തകത്തിൽ സോള് പറയുന്ന രണ്ടാമത്തെ പാഠത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന്റെ ഫലം നമ്മൾ മറ്റുള്ളവരിൽ നിന്നോ ഒന്നും പ്രതീക്ഷിക്കാതെ കൃത്യസമയത്ത് നമ്മളെ തേടി എത്തും എന്ന് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ജൂതമതത്തിൽ ആഘോഷങ്ങളിൽ പറയുന്ന മാസൽ ടോഫ് എന്ന പദം നിങ്ങളെ കൂടി ഞാൻ ആശ്ലേഷിച്ച് പറയുന്നതാണ്. എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾ മാസൽ എന്ന് പറയുന്ന ഈ വാക്ക് നെഞ്ചിലേറ്റി നിങ്ങളുടെ ഓരോ നിമിഷവും സമ്പന്നമാക്കുക. ഉചിതമായ സ്ഥലത്ത്, ഉചിതമായ സമയത്ത്, ഉചിതമായ പ്രവൃത്തി ചെയ്യുക. അത് എവിടെയാണ് സ്ഥലം എന്ന് ഗുരുവിനോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് ഉചിതമായ സ്ഥലം. ഈ ബി മാജിക്കിന്റെ ഈ പ്ലാറ്റ്ഫോമാണ് ഈ നിമിഷത്തെ ഉചിതമായ സമയം. അത് ഉപയോഗപ്പെടുത്താൻ ഓരോ നിമിഷവും നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് I bless you all, I thank you all, and I love you all. Good day. Okay. Thank you, Pravina ma'am. Thank you so much. So, team members, അപ്പോൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഒന്ന് പെട്ടെന്നാവാട്ടോ. ആരാ ഫസ്റ്റ് പറയുന്നേ? മാം, ഒരുപക്ഷെ ഈ ബുക്ക് നേരിട്ട് വായിച്ചെങ്കിൽ പോലും ഒരുപക്ഷെ ഇത്രയും ഇമ്പാക്റ്റ് കിട്ടൂല എന്ന് തോന്നുന്നു. അത്രയ്ക്കും നന്നായിട്ട് ബുക്കിന്റെ റിവ്യൂ നന്നായിട്ട് ആൾക്കാരിൽ കിട്ടുന്ന വിധത്തിൽ മാം അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു രഞ്ജിത്ത് സർ, താങ്ക് യു സോ മച്ച്. കാരണം അത്രയും ഞാൻ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ഒരു വായിച്ചെടുത്തൊരു പുസ്തകമാണത്. തിരിച്ചു കൊടുക്കാൻ മനസ്സ് തോന്നില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഇത്രയും നല്ല പുസ്തകമാണ്. ഇത്രയേ ഉള്ളൂ. മാസൽ എന്ന വാക്ക് അതിനൊരു കഥയിലൂടെ നമുക്കത് പറഞ്ഞു തന്നു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കാർക്കും ആ പുസ്തകം കിട്ടിയിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ട. ഈ പേരെഴുതി വയ്ക്കുക. മാസൽ, മാ ഉചിതമായ സ്ഥലത്ത്, സാ എന്ന് പറയുന്നതല്ലേ മാസൽ, സാ എന്ന് പറയുന്നത് ഉചിതമായ സമയത്ത്, ല എന്ന് പറയുന്നത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. അതാണ് നമ്മുടെ ഭാഗ്യനക്ഷത്രത്തെ, നമ്മുടെ ഉള്ളിലുള്ള ഭാഗ്യനക്ഷത്രത്തെ കാണാനുള്ള ഏറ്റവും വലിയ വഴിയെന്ന്. അപ്പൊ ഏതാണോ സ്ഥലം, ഏതാണോ നിമിഷം എന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ സ്ഥലം ഇപ്പോ ഈ നിമിഷം. താങ്ക് യു സോ മച്ച്. വെൽക്കം. Okay. Then next. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഹലോ. വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഘടകത്തിന്റെ ഇന്നലത്തെ അനുഭവം അതിൽ കൂടെ ചേർത്ത് പറഞ്ഞതിൽ വളരെ സന്തോഷം. അല്ല, മാത്രമല്ല ജാപ്പനീസ് പ്രോവർബിൽ പറയാറുണ്ട്, നമ്മൾ പിന്നെ നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പൊ ചെയ്യണം. അതേമാതിരി വേറൊരു ബുക്ക് ഉണ്ടായിരുന്നു, ഡൂയിങ് ഇറ്റ് നൗ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു തവണ വായിച്ചിരുന്നു, ഡൂയിങ് ഇറ്റ് നൗ. അപ്പൊ അതിൽ പറഞ്ഞ മാതിരി തന്നെ ഇതാണ് ഉചിതമായ സമയം. ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം. താങ്ക് യു മാം. വെൽക്കം സാർ. അത് ഡു ഇറ്റ് നൗ. അത് എപ്പോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ. നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യുക. അത് നാളെ പറയാം, നാളത്തെ സെഷനിൽ പറയാം. ഇന്ന് എനിക്കൊരു പേടിയുണ്ട് അല്ലെങ്കിൽ എന്ത് പറയുന്നു മറ്റുള്ളവർ ഡു ഇറ്റ് നൗ, ഇപ്പൊ തന്നെ പറയാം. മാജിക് മോർണിംഗ് പ്രവീണ മാം. മാജിക് മോർണിംഗ്. അതെ, ഫീഡ്ബാക്ക് ഇപ്പൊ തന്നെ പറയാം. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. മാം പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ല എന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയ്യോ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അല്ലെ, അയ്യോ അത് കറക്റ്റ് ആയിരുന്നു, അങ്ങനെയുള്ളൊരു ഫീല് നമുക്ക് വരും. പക്ഷെ നമ്മൾ ആ ഒരു കാര്യം ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ടൈമിലായി ചെയ്യുക, കാരണം നമുക്കത് അത്രയും നന്നായി. ഞാൻ ചെയ്തില്ലെങ്കിലോ അപ്പോഴും നേരെ തിരിച്ചു വരും. വളരെ നല്ലൊരു ബുക്ക്, നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു പ്രീത മാം. അതെ, നമുക്ക് അത്രേ ചെയ്യാനുള്ളൂ.
വിധുബാല മാം എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഇല്ല മേഡം, ഇല്ല മേഡം, ഞാൻ ആലോചിക്കായിരുന്നു. ഞാൻ ഉചിതമായ സ്ഥലത്താണ് നിൽക്കുന്നത്, പക്ഷെ പലപ്പോഴും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാറില്ല. അപ്പോ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷെ ഇപ്പം ഇത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടൊരു കാര്യമുള്ളൂ. അതല്ലാതെ നമ്മൾ ആലോചിച്ചിരുന്നിട്ടോ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ നല്ല ക്ലാസ്സാണ്. അതാണ് ഇന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്, ഞാൻ എന്ത് നേരത്തെ ഇവിടെ എത്തിയില്ല, അറിഞ്ഞില്ല എന്നുള്ളത്. അതാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. നല്ല ക്ലാസ് ആയിരുന്നു മേഡം. ഇന്നു മുതൽ ഞാൻ അങ്ങനെയാണ്, ഉചിതമായ തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കും. ഓക്കെ, വിധുബാല മാം ഇത് പറഞ്ഞപ്പോ ഞാൻ കൂട്ടിച്ചേർക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് നമ്മുടെ എപ്പോഴും നമ്മുടെ മോഹൻലാല് നമ്മുടെ ശ്രീനിവാസനോട് പറയാറുണ്ട് അല്ലെ. അപ്പൊ അതായത് ഇതാണ് മാമിന്റെ സമയം എന്ന് വിചാരിച്ചാൽ മതി. കാരണം ഇതാണ് അതിന്റെ സമയം. ആ സമയത്തെ നമ്മൾ അവിടെ എത്തുള്ളൂ. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. അത് ലൂയി ഹേ പറയുന്ന ഒരു വാക്കാണ്. ഐ ആം ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ഡൂയിങ് ദ റൈറ്റ് തിങ്. ഇതാണ് എന്റെ സമയം. പാസ്റ്റ് ഫൊഗറ്റ് ഇറ്റ്. അപ്പൊ ഇന്ന് മുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഷൂ വാങ്ങണം എന്ന് എന്റെ മനസ്സ് തോന്നുമ്പോൾ എനിക്ക് വുഡ്ലാൻഡിൽ നല്ല, അതായത് അതൊരു ബ്രാൻഡ് മാത്രമല്ല, അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഷൂ ആണ്. അപ്പൊ അത് വാങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്ന് പറഞ്ഞ് ഞാൻ ഉചിതമായ സ്ഥലത്ത് അവിടെ എത്തി. പക്ഷെ അതായിരുന്നില്ല എന്റെ ഉചിതമായ തീരുമാനം. എന്റെ ഉചിതമായ തീരുമാനത്തിലേക്ക് ഞാൻ നയിക്കപ്പെടും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ തീരുമാനം എടുത്താലും അത് തെറ്റാണെന്ന് ചിന്തിക്കേണ്ട. അപ്പൊ ആ സമയത്ത് നമുക്കൊരു ഷിഫ്റ്റ് തോന്നാം. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതിവിടെ കിട്ടിയില്ല, എന്നാ ശരി, ഞാൻ ഉദ്ദേശിച്ച ബാറ്റയിലും കൂടി ഒന്ന് കയറി നോക്കാം. അതാണ് ആ ഉചിതമായ തീരുമാനം. ആ സ്ഥലത്ത് വെച്ച് എനിക്ക് തോന്നിയ തീരുമാനം, ഉടനെ ബസ് ക്രോസ് ചെയ്ത് ബാറ്റയിലേക്ക് പോയി. അപ്പൊ അവിടെ എത്തിയപ്പം കാര്യം നടന്നു. അപ്പൊ ചില സമയത്ത് നമ്മുടെ തീരുമാനം വുഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ച് ബസ് ഇറങ്ങി പോയി എടുത്ത തീരുമാനം അതായിരുന്നു എന്റെ തീരുമാനം. പക്ഷെ അവിടെ നിന്ന് നിനക്ക് കുറച്ചും കൂടി നല്ലത് ഇതാണ് എന്ന് നമ്മളെ ഗൈഡൻസിലേക്ക് കൊണ്ടുപോകുന്നത് പ്രപഞ്ചമാണ്. അപ്പൊ മാം പറഞ്ഞ പോലെ ഒന്നും തെറ്റാണെന്ന് ഫീൽ ചെയ്യേണ്ട. ദിസ് ഇസ് എന്റെ ശരിയായ തീരുമാനം. എന്റെ അന്നത്തെ ഇപ്പത്തെ അറിവിന് വെച്ചിട്ട് ഇതാണ് ശരി. അപ്പോ അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ പ്രപഞ്ചം അവിടെ നമ്മളെ മുന്നോട്ട് നയിച്ചോളും. അവിടുന്ന് നമ്മൾ തന്നെ തീരുമാനത്തിലേക്ക് എത്തും. പക്ഷെ നല്ല ഇന്റൻഷനിലാണെങ്കിൽ ഹി വിൽ ഗൈഡ് യു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. താങ്ക് യു മേഡം. അപ്പൊ ഇതാണ് ബി മാജിക്കിൽ ജോയിൻ കേൾക്കാനുള്ള റൈറ്റ് ടൈം. താങ്ക് യു. ഗുഡ് ഡേ. വെൽക്കം. ഓക്കെ, നെക്സ്റ്റ്. മാജിക് മോർണിംഗ് മാം. മാജിക് മോർണിംഗ്. ഹലോ. യെസ്. വിധുബാല മാം ഹലോ, പറഞ്ഞപ്പോ പറഞ്ഞോളൂ. എന്റെ മനസ്സിൽ അതാണ് ഓർമ്മ വന്നത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന്. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, നമുക്ക് ഇതുപോലെയുള്ള ബി മാജിക്കിൽ കിട്ടുന്ന ക്ലാസ്സുകൾ നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രയും ഉൾക്കൊണ്ടുകൊണ്ടാണ് മാം പറയുന്നത്, മാമിന്റെ എക്സ്പീരിയൻസിലൂടെ. അത് വേണമെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്നും ഈ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സമയമാണ്. അത് നമുക്കൊരു എഫർമേഷൻസ് ആയിട്ട് ഡെയിലി ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മളെല്ലാവരും, നമ്മളെ ബി മാജിക്കിൽ എല്ലാവരും ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. 2026 എന്താ പറയാ, തുടക്കം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. വെൽക്കം. താങ്ക് യു ദിവ്യ. പറഞ്ഞ പോലെ 2026 നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ ഇപ്പൊ തന്നെ തുടങ്ങി വെക്കുക. നല്ല കാര്യങ്ങൾ വന്ന് വായിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു പുസ്തകം വാങ്ങി വായിക്കുക. എന്തെങ്കിലും എഴുതി തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ എഴുതുക എന്ന് പറഞ്ഞതുപോലെ ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് ഉചിതമായ പ്രവൃത്തി ചെയ്യുക. ഓക്കെ, പ്രവീണ മാം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിലുള്ള ചായ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2026 തുടക്കത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്ലാസ് ചിന്തിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള ഏറ്റവും നല്ലൊരു സമയത്താണ് നല്ലൊരു ക്ലാസ് കിട്ടിയത്. അത് മുമ്പ് പറഞ്ഞതുപോലെ ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ തന്നെ വായിച്ചാൽ നമുക്ക് ഇത്രയും ഒരു ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല. പക്ഷെ മാം അത്
വളരെ വ്യക്തമായിട്ട് സ്വന്തമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിലൂടെ ആ മാസൽ എന്നുള്ള വാക്ക് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും സക്സസിന് വേണ്ട എല്ലാ പോയിന്റ്സും അതിനകത്തുണ്ടെന്നുള്ളതാണ് സത്യം. എന്നും നമ്മൾ കേൾക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയുമായിട്ടാണ് മാഡം ഇന്ന് വന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഇത് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വെൽക്കം ഷീല മാം. ഷീല മാം പറഞ്ഞതുപോലെ അതിന്റെ ഒരു കൂട്ടിച്ചേർത്തുള്ള വാക്കുകളാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ പുസ്തകം അത്രയും നെഞ്ചിലേറ്റിയത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞു. വെറും ഒരു പുസ്തകം എന്നതിലപ്പുറം ഞാനും ആദ്യം കണ്ടപ്പോൾ ഇത് എന്താണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് പിന്നിലൊന്ന് വായിച്ചു നോക്കിയപ്പോ എന്തായാലും ശരി ഒന്ന് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് എടുത്തൊരു പുസ്തകമാണ്. പക്ഷെ അത് ഇത്രയും അറിവ് അതിലുണ്ടായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാനും ഒരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് നോക്കിക്കണ്ടത്. വീണ്ടും പറഞ്ഞതുപോലെ മാസൽ ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് ഉചിതമായ പ്രവൃത്തി. ഇപ്പൊ ഉചിതമായ സ്ഥലത്താണ് നിങ്ങൾ ഇതിലുള്ള എല്ലാവരും ഇരിക്കുന്നത്. ഏകദേശം 17-18 പേരുണ്ട്. അപ്പൊ ഉചിതമായ സ്ഥലത്താണ് നിങ്ങളത്, ഉചിതമായ സമയത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ ഇതുവരെ ഫീഡ്ബാക്ക് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. അപ്പൊ ആ ഉചിതമായ സ്ഥലത്ത് ഉചിതമായ സമയത്ത് ഉചിതമായി പ്രവർത്തിക്കുക. അതിപ്പോ ഒരുപാടൊന്നും പറയണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിൽ ഉൾക്കൊണ്ടത് ഷെയർ ചെയ്ത് പോവാം. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. നല്ല ഒന്നാം തരം ക്ലാസ് ആയിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. മാസല് അതിന്റെ ശരിയായ അർത്ഥം നമ്മളിലേക്ക് എത്തിക്കാൻ ആ ബാറ്റനും കൂടി നന്ദി പറയാണ്. ബാറ്റയിൽ കയറിയതുകൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു എക്സാമ്പിള്, സ്വന്തം അനുഭവത്തിൽ കൂടെ ഉള്ള ഒരു എക്സാമ്പിളാണ് ഇന്ന് പ്രസന്റ് ചെയ്തത്. ആ ബുക്കിന്റെ ശരിയായ കണ്ടന്റ് നമ്മളിലേക്ക് എത്തിച്ചതാണ്. അപ്പൊ അതിൽ ഒരുപാട് പോയിന്റുകൾ മാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നല്ലത് വരാനുണ്ട്. അതുപോലെ തന്നെ എല്ലാം തികഞ്ഞ ആളാണെന്നുള്ള ഒരു അതും കൂടി വേണ്ട, നമുക്ക് ഇനിയും പഠിക്കാനും നമ്മൾ കൂടുതൽ വഴികൾ കണ്ടെത്താനും ഉപകരിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിനും ഒരു സ്ഥലം, സമയം, അതുപോലെ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ ഭാഗ്യ നക്ഷത്രം നമ്മളെ ഉള്ളിൽ തന്നെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിയായ സന്തോഷത്തിലേക്കും നല്ലൊരു വിജയത്തിലേക്ക് എത്തുന്നുള്ള തന്നെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. വെൽക്കം മണി സർ. മണി സാർ ഇത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്നത് എന്താണെന്നറിയോ, ഞാൻ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ഇന്നലെ ലൈബ്രറി കൊണ്ടുപോയി കൊടുക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ഓർത്തത്. അപ്പൊ ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് ഇത്രയും നല്ലൊരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൂടാ. അപ്പോഴും എന്റെ മുന്നിൽ ഈ ബാറ്റയോ വുഡ്ലാൻഡോ ഒന്നുമില്ല. അപ്പൊ ഞാനിപ്പോ സാറ് ബാറ്റയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇന്നലെ എത്രയോ ദിവസമായിട്ട് എനിക്ക് ഷൂ വേണമെന്ന് ഞാൻ വിചാരിച്ച് നടക്കുകയാണ്. പക്ഷെ ഇന്നലെയാണ് അത് നടന്നത്. അതെന്താണ് ഇന്നലെ നടന്നതെന്നുള്ളത് ഇപ്പോ മണിസാറ് ഒന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് പോലും അത് എത്തിയത്. അത് ഇന്നലത്തെ സമയമാണ് അത് ഉചിതമായ തീരുമാനം നടപ്പിലാക്കേണ്ടിയിരുന്നത്. അതുവരെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് പോലും എനിക്കത് സാധ്യമായിരുന്നില്ല. അപ്പൊ ഇതാണ്. അപ്പൊ അതിന്റെ പിന്നിൽ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ നല്ലത് കൊടുക്കണമെന്ന് നല്ല ഇന്റൻഷനോട് കൂടിയിട്ട് നമ്മൾ ഒരു ക്ലാസ്സിലേക്ക് വന്നപ്പം അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ അത് തന്നെയാണ്. അത് ബാറ്റയായും വുഡ്ലാൻഡിലൂടെ ഒക്കെ ആണെങ്കിലും നമ്മളിലേക്ക് അതിലേക്ക് എത്തിക്കുന്നത് പ്രപഞ്ചമാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ കുറച്ചും കൂടി ഞാൻ അതിന്റെ ഒരു 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 ഗ്രാഹ്യത്തിലേക്കും കൂടി കടന്നു. ഇതായിരിക്കാം ഒരുപക്ഷെ ഇന്നലെ അത് നടക്കാനുള്ള കാരണം. മറ്റെത്ര ദിവസമായിട്ട് ഞാൻ അത് നമ്മുടെ അന്നത്തെ പ്രോഗ്രാമിൽ വരെ അന്ന് ആലോചിച്ചുകൊണ്ടേ ഇരുന്നിരുന്നതാണ്. പക്ഷെ നടന്നത് ഇന്നലെയാണ്. അപ്പൊ നല്ല ഇന്റൻഷനോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ അത് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് ഉചിതമായ പ്രവൃത്തി ചെയ്യാൻ നമ്മളെ പ്രപഞ്ചം നയിച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് മാത്രം, ഇന്റൻഷൻ നന്നായിരിക്കുക. താങ്ക് യു മണി സർ. അതൊന്നും കൂടി എന്റെ മനസ്സിലേക്ക് വാച്ചും കൂടി ആയോ എന്ന് ചോദിക്കാണ്. സമയം നോക്കാൻ പുതിയ വാച്ചും കൂടി ആയോ എന്ന് നോക്കാണ്. ആ വാച്ചുണ്ട്, പഴയ വാച്ചാണ്. അപ്പൊ അതാണ് പറയുന്നത്, നല്ല ഇന്റൻഷനോട് കൂടി മുന്നോട്ട് പോവുക. ഓക്കെ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ്. താങ്ക് യു മാം. ഞാന് സത്യം പറഞ്ഞ ഞാൻ എൻ്റെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു വാക്കാണ് ഇന്നിപ്പോ മാം ഒരു ക്ലാസ് ആയിട്ട് ഇട്ടുള്ളത്. ഞാൻ എന്നും പറയും, ഈശ്വരാ എന്നെ നേർവഴിക്ക് നടത്തണേ, എനിക്ക് ഉചിതമായ പ്രവൃത്തി ചെയ്യാനും നല്ലത് പറയാനും ചിന്തിക്കണേ. ഇപ്പൊ മാം എടുത്ത ക്ലാസ്സുകൾ തന്നെ ഞാൻ ദിവസം എന്നെ അങ്ങനെ നയിക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇന്നൊരു ക്ലാസ് രൂപേണ കേട്ടപ്പോ അത് ഭയങ്കര സന്തോഷമായി, കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റി. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്.
വെൽക്കം ഷീജ മാം. ഇപ്പൊ ഷീജ മാം പറഞ്ഞു ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഞാൻ അതൊന്നുകൂടി നമ്മുടെ സെറേനിറ്റി പ്രയർ കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ആ സെറേനിറ്റി പ്രയർ ആണ് പ്രാർത്ഥനകളിൽ ഏറ്റവും വിശുദ്ധമായത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ പ്രയർ പഠിച്ചതിന് ശേഷം ഈവൻ ഞാൻ പോലും ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഇപ്പൊ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ചിലപ്പോൾ ഇടയ്ക്ക് ഞാൻ പോവാറുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴും എന്റെ പ്രാർത്ഥനയിൽ മാറ്റം വന്നത് സെറേനിറ്റി പ്രയർ കേട്ടതിന് ശേഷമാണ് എനിക്ക്. കാരണം നമുക്ക് മാറ്റാൻ കഴിയുന്നവരെ മാറ്റാനുള്ള കരുത്തും മാറ്റാൻ കഴിയാത്തവയെ ഉൾക്കൊള്ളാനുള്ള ശക്തിയും ഇത് രണ്ടും തിരിച്ചറിയാനുള്ള വിവേകവും നൽകി എന്നെ മുന്നോട്ട് നയിക്കണമേ എന്നൊരു പ്രാർത്ഥനയാണ് മുന്നോട്ട് കൊടുക്കാറ്. കാരണം നമ്മൾ നല്ലത് എനിക്ക് വേണ്ടി ഞാൻ അതാ പ്രാർത്ഥിക്കാറ് മാം. കാരണം എനിക്ക് വലിയ അപ്പൊ ഞാൻ അതാ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ വേണ്ടടുത്ത് സംസാരിക്കാനുള്ള ഒരു കഴിവ് തരണേന്ന് ഞാൻ എപ്പോഴും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുള്ളൂ. അതാണ്. അപ്പൊ ഇതുവരെ നടത്തിയ സർവേശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പ്രാർത്ഥനയും കൂടി ഒന്ന് ഓർക്കാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. അതൊന്ന് ഓർമ്മപ്പെടുത്തിയതിന് നന്ദി. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു ഷിജ മാം. ഓക്കെ, ഗോപിക ഓർമ്മിപ്പിക്കും. 5 മിനിറ്റ്. ഗോപിക പറയാൻ തുടങ്ങിയതാണ്. ഇതാ ഒരു 5 മിനിറ്റും കൂടി ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. അല്ലേ ഗോപിക? യെസ്, ഗോപിക കൃത്യസമയത്തിന് ഇടപെട്ടു. ഓക്കെ. എനിക്കിപ്പോ ഇന്ന് അധികം ആരെയും ഫീഡ്ബാക്കിന് വിളിക്കേണ്ടി വന്നില്ല. ഇപ്പൊ എല്ലാരും ഈ മാമിന്റെ ക്ലാസ് ഇന്നിപ്പോ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള സംഭവം ആക്സെപ്റ്റ് ചെയ്തു തോന്നുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഷെയർ ചെയ്യാൻ? ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ചില സമയത്തൊക്കെ മാറ്റി വെക്കുന്ന ഒരു ശീലമുണ്ട്, എനിക്കുണ്ട്. എന്തായിരുന്നാലും ചില സമയത്ത് ഇപ്പം ക്ലാസ്സുകളൊക്കെ കേട്ട് കേട്ട് കുറേ മാറി, ഒരുപാട് മാറി. എങ്കിലും ഇപ്പം തന്നെ പുതുവർഷത്തേക്ക് വേണ്ടിയിട്ട് കുറേ ദിവസം കൊണ്ട് ആലോചിക്കുകയാണ്. ഒരു പ്ലാൻ നന്നായിട്ട് എഴുതണം, കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒന്നും കൂടിയൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യണം. എവിടെയൊക്കെയാണ് പോരായ്മകൾ വന്നത്, എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ആ ഭാഗമൊക്കെ എന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ടൊക്കെ അത് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും നീണ്ടു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ ക്ലാസ് കേട്ടപ്പോൾ ഇനി എന്തായിരുന്നാലും ആ ഒരു നീട്ടുകയപ്പില്ല, അത് ചെയ്യേണ്ട സമയമാണെന്നുള്ളതും ശരിക്കും ബോധ്യമായി മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരു പുതുവർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിട്ടാണ് തോന്നിയത് മാം. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു ഷൈനി. ഇത് പറഞ്ഞതുപോലെ അപ്പൊ ചിലപ്പോൾ ഇതാണ് നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ബോധത്തിൽ ഓരോരുത്തരും കണ്ട ഓരോ രീതിയിലാണ് അത് ഉൾക്കൊള്ളുന്നത്. ഇപ്പൊ ഷീജ മാം പറഞ്ഞത് ഞാൻ എന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് പെട്ടെന്ന് ഓർത്തത്. ഞാൻ ദിവസവും ഇതാണ് പ്രാർത്ഥിക്കാറുള്ളത്. ഷൈനി മാം പറഞ്ഞത് മറ്റൊരു കാര്യം കുറിച്ചാണ്. ഓരോരുത്തരും കണ്ട ഇപ്പൊ രഞ്ജിത്ത് സാറ് പറഞ്ഞത് ഒരു പക്ഷേ പുസ്തകം വായിച്ചാൽ പോലെ. അപ്പൊ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓരോ രീതിയിലാണ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു കരുത്ത്. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലും കൂടി നമ്മൾ തിരിച്ചറിയാണ്. നമ്മൾ മിണ്ടാതെ ഇരിക്കുമ്പോൾ നമ്മളിത് കേട്ടുകൊണ്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂ. നമ്മളിത് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ റെസ്പോണ്ട് ചെയ്യാണ്. അത് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് നയിക്കാൻ സഹായിക്കും, ഉറപ്പാണ്. താങ്ക് യു ഷൈനി. ഓക്കെ, അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ. അപ്പോൾ ടീം മെമ്പേഴ്സ് എല്ലാവരും ഈ പറഞ്ഞ പോലെ നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, എനിവേ നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാഡം. താങ്ക് യു മാം. താങ്ക് യു.